ഇക്ക നിങ്ങൾ എന്താ ഫോൺ എടുക്കാതെ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഞാൻ എന്തിനാ ഫോൺ എടുക്കുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ശല്യം ചെയ്യുന്നത്? ഞാൻ നമ്പർ മാറ്റാൻ പോവാ. ഞാൻ ഇപ്പം ഫോൺ എടുത്ത് തന്നെ എന്നോടൊരു കാര്യം പറയാനാ. ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇനിയായിട്ട് സഹകരിച്ചിട്ട് പോകാൻ എനിക്ക് പറ്റൂല. നിങ്ങളെന്താ ഇങ്ങനെയെല്ലാം പറയുന്നിക്ക? ഞാൻ നിങ്ങളെ ഭാര്യയല്ലേ, നമുക്കൊരു മോനില്ലേ? എനിക്ക് അങ്ങനെ ഒരു ഭാര്യയും ഇല്ല, മോനും ഇല്ല. നിങ്ങളിങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയാ ഞാനും മോനും പിന്നെന്ത് ചെയ്യും? നാഴികയ്ക്ക് 40 നീ എൻ്റെ തറവാട്ടുകാരുടെ മഹിമ അറിയല്ലോ. നീ അങ്ങോട്ട് പോ. ശല്യം. ജീവിതം നഷ്ടപ്പെട്ട ഞാനിപ്പോൾ വീണ്ടും കുറ്റിയും പറിച്ച് അങ്ങോട്ട് പോയാൽ വീട്ടിലുള്ളവർക്കൊന്നും അത് ഇഷ്ടാവില്ല. എൻ്റെ ഒരു തെറ്റുമില്ല. അയാൾ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപേക്ഷിച്ച് പോയി. ഇനിയിപ്പം ജീവിക്കാൻ ഒരു ഗതിയില്ലാണ്ട് ഞാൻ ഈ മോനെയും കൊണ്ട് എങ്ങോട്ട് പോകുന്നൊരെത്തും പിടിയുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിലാക്കി തന്നിനെ. എൻ്റെ മോൻ വയറ് നിറച്ച് തിന്നാൻ വേണ്ടിയിട്ട്. മോൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മോൻ്റെ പുതിയ ഡ്രസ്സ് എടുത്തിടണേ. എന്തിനാ അമ്മ നമ്മളിടുവന്ന്? അതെല്ലാം ഉണ്ട് മോനെ, പറയാം. മോനെ, നമുക്കിനി ഈ പാളത്തുമ്മലെ കൂടി നടക്കാം. ആ, നല്ല രസമുണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉമ്മ മോൻ എന്താ ചെയ്യുന്നത്? ട്രെയിൻ വരുന്ന വന്നില്ലേ? വിടോ. നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. എൻ്റെ ഭർത്താവ് എന്നെയും മോനെ ഉപേക്ഷിച്ച് പോയി. അതിന് ചാകുക വേണ്ടേ? പോയാള് പോട്ടെ നോക്കണോ? ഈ മോന്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാ തോന്നുന്നത്? ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിച്ചൂടെ? ഇവൻ വളർന്നു വന്നാൽ നിങ്ങളുടെ എല്ലാ സന്തോഷവും തിരിച്ചു കിട്ടൂലേ? ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ തളരുകയല്ല വേണ്ടത്, അതിനോട് പൊരുതി നമ്മൾ ജീവിക്കാൻ വേണ്ടത്. നമ്മൾ നടക്കുന്ന വഴിയിൽ കല്ലുണ്ട് മുള്ളുണ്ടെന്ന് കരുതി നമ്മൾ നടക്കാതിരിക്കുന്നുണ്ടാ? അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നടക്കുന്നില്ലേ? അതേപോലെ ജീവിത വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് മുന്നോട്ട് ജീവിക്കാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാവണം. ഭർത്താവ് പോയെന്ന് കരുതി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താവും? നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകും. ഇനി ഞാൻ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കണ്ടെത്തും. നിങ്ങളെ പടച്ച ഒരിക്കലും കൈവിടില്ല. കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എന്തും നേടിയെടുക്കുന്നു, ഉറപ്പാ. ഒരു പാഴ്സലുണ്ട്. ആ, നിങ്ങളായിരുന്നു? ആ, അന്ന് എന്നെ രക്ഷിച്ചല്ലേ? ഞാനിപ്പോ ഈ പണി ചെയ്തിട്ടാ ജീവിക്കുന്നത്. അന്ന് നിങ്ങളൊരു ദൈവദൂതനെ പോലെ വന്നിട്ട് എന്നെ മോനെ രക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും മോനും എന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ലേനു. ഇപ്പൊ നമ്മള് ഹാപ്പിയാ, സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും പിടിച്ചു നിൽക്കാൻ മനഃശക്തി നൽകണേ അല്ലാഹ്. അന്ന് ഞാൻ കണ്ടതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു.